കാരിക്കോട് നൈനാരിപ്പള്ളി മഹല്ല് ജമാഅത്തിന്റെയും കാരിക്കോട് മുനവ്വറുൽ ഇസ്ലാം മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നബിദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. കാരിക്കോട് പള്ളിയങ്കണത്തിൽ നൈനാരിപ്പള്ളി പ്രസിഡന്റ് പി അബ്ദുൽ അസീസ് ഹാജി നബിദിന പതാക ഉയർത്തി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് നൈനാരിപ്പള്ളി മഹല്ല് ജമാഅത്തിന്റെയും കാരിക്കോട് മുനവ്വറുൽ ഇസ്ലാം മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാരിക്കോട് പള്ളിയങ്കണത്തിൽ നബിദിന പതാക ഉയർത്തി. കാരിക്കോട് പള്ളിയങ്കണത്തിൽ നൈനാരിപ്പള്ളി പ്രസിഡന്റ് പി അബ്ദുൽ അസീസ് ഹാജിയാണ് പതാക ഉയർത്തിയത്. സഹോദരങ്ങളെ, പുണ്യമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വൽ മാസം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ സ്മരണകളും തങ്ങളുടെ പ്രകീർത്തനങ്ങളും ധാരാളമായി പറയപ്പെടുന്ന മാസമാണ്. അതിൻ്റെ ഒരു അറിയിപ്പ് എന്നോണം, വിളംബരം എന്നോണം എല്ലാ റബീഉൽ അവ്വലിലും നമ്മൾ പതാക ഉയർത്തി ആ വിളംബരം എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഇൻഷാ അല്ലാഹ് പതാക ഉയർത്തുകയാണ്. അല്ലാഹു തആല ഈ മാസത്തെ കൂടുതൽ ആദരിക്കുവാനും കൂടുതൽ സ്വലാത്തുകൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി കൂടുതൽ അവദാനങ്ങൾ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും എല്ലാം നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും റബീഉൽ അവ്വലിന്റെ ഈ പുണ്യമായ സന്ദേശത്തെ കൈമാറുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ചടങ്ങിൽ കാരിക്കോട് നൈനാരിപ്പള്ളി ചീഫ് ഇമാം അൽ ഹാഫിസ് നൌഫൽ കൌസരി നബിദിന സന്ദേശം നൽകി. നബിവചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നും ആധുനിക യുഗത്തിൽ നബിവചനങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നബിദിനാഘോഷത്തോടനുബന്ധിച്ച് മഗ്രിബ് നിസ്കാരത്തിനു ശേഷം മൗലൂദ് സദസ്സും മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടിയും നബിദിന റാലിയും പൊതുസമ്മേളനവും ഉണ്ടായിരിക്കും. യോഗത്തിൽ സമിതി അംഗങ്ങളായ നിസാർ, അബ്ദുൽ നൂർ, ഷംനാസ് വി എ, നസീർ, മദ്രസ PTA പ്രസിഡന്റ് താജു MP എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മോളെ, നിന്റെ കൂട്ടുകാരി വന്നില്ലേ? അവള് ചെന്നൈന്ന് വരണ്ടേ അമ്മേ? മനം നിറയെ ഓണക്കോടി. മഹാറാണി വെഡിംഗ് കളക്ഷൻസ്, തൊടുപുഴ.